ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ആനസ് സലീം. നമ്മുടെ ഇവിടെ നിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഡോക്ടർ ബിബിൻ തോമസ്. പുള്ളി കാരക്കോണം മെഡിക്കൽ കോളേജിലും അതുപോലെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. ഇപ്പോ PRS ഹോസ്പിറ്റലിലെ സർജറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ബ്രസ്റ്റ് മുഴകളെ കുറിച്ച്, അല്ലെങ്കിൽ തൈറോയ്ഡ് മുഴകളെ കുറിച്ച്, പിന്നെ വെരിക്കോസ് വെയിൻ, ഹെർണിയ, അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്. അപ്പൊ ഇതിനെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 15ഓളം ചോദ്യങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും വന്നതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബ്രസ്റ്റ് മുഴകളെ കുറിച്ചാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ബ്രസ്റ്റ് മുഴകൾ എങ്ങനെ കണ്ടുപിടിക്കാം? Hi everyone, good evening. I'm Dr. Bipin Thomas, Consultant General Laparoscopic Surgeon in PRS Hospital. First question, self-examination of breast ആണ് ബ്രസ്റ്റ് മുഴകൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. സെൽഫ് എക്സാമിനേഷൻ കൂടി ഒരു ലംബ് ഫീൽ ചെയ്താൽ അത് മടിക്കരുത്, ഒരു സർജനെ കണ്ട് പരിശോധിച്ച് സർജന്റെ നിരീക്ഷണത്തിൽ ഒരു അൾട്രാസൗണ്ട് സ്കാന്, അതല്ല മാമോഗ്രാം എന്നുള്ള റേഡിയോളജിക്കൽ ഇമേജിംഗ് ഡയഗ്നോസിസ് കണ്ടെത്തുക. ആ മുഴകൾക്കൊരു പ്രയാസമുള്ളതാണ്, അല്ലെ അത് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഫർദർ ടിഷ്യൂ ഡയഗ്നോസിനോടി ചികിത്സ തുടരേണ്ടത്. ഓക്കെ, അപ്പം എല്ലാ മുഴകളും എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? ജസ്റ്റ് സെൽഫ് ആയിട്ട് എക്സാമിൻ ചെയ്താൽ മതി. സെൽഫ് എക്സാമിനേഷൻ ഓഫ് കണ്ണാടി. അടുത്ത, എല്ലാ മുഴകളും ക്യാൻസർ ആകുമോ എന്നുള്ളൊരു ചോദ്യങ്ങളുണ്ട് സാധാരണ രീതിയിൽ. അപ്പം usually we say any lump in the breast or thyroid should be evaluated for ruling out malignancy, because it has to be considered as a cancerous swelling unless proved otherwise. അതിനാണ് റേഡിയോളജിക്കൽ ഡയഗ്നോസിസും ടിഷ്യൂ ഡയഗ്നോസിസും ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്? സാധാരണ ഒരു മുഴ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അൾട്രാസൗണ്ട് വെച്ച് നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാറിലൊരു മുഴയുണ്ടെങ്കിൽ അത് ഏജ് വെച്ച് കൺസിഡർ ചെയ്യാൻ ലെസ് ദാൻ 40 years ആണെങ്കിൽ യൂഷ്വലി അഡ്വൈസ് അൾട്രാസൗണ്ട് ഓഫ് ദ ബ്രസ്റ്റ്. ഓക്കെ, ഇപ്പോ 40+ ആയിട്ടുള്ള ഏജിലുള്ള ലേഡീസിനാണെങ്കിൽ വി അഡ്വൈസ് മാമോഗ്രാം ഓഫ് ബോത്ത് ദ ബ്രസ്റ്റ്. യൂഷ്വലി ചെയ്യുന്നത് അൾട്രാസോണോ മാമോഗ്രാം ആയിട്ടായിരിക്കും. അപ്പോൾ ഒരു സസ്പീഷ്യസ് ലീഷൻ ഉണ്ടെങ്കിൽ ഫർദർ ആ ലീഷന്റെ ഒരു ടിഷ്യൂ ഡയഗ്നോസിസ്, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെങ്കിൽ കോർ ബയോപ്സി ഓഫ് ദ ലംബ് ഞങ്ങൾ എടുത്ത് ഹിസ്റ്റോപത്തോളജി എക്സാമിനേഷൻ വിടും. അങ്ങനെയാണ് ഫർദർ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ ബ്രസ്റ്റ് ക്യാൻസറിന് സർജറി ആണോ ചെയ്യേണ്ടത്, അതോ എന്താണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പാത്തോളജി? ക്യാൻസർ ആണെങ്കിൽ, ഇപ്പോൾ ക്യാൻസറസ് ലംബ് ഇൻ ദ ബ്രസ്റ്റ് ആണെങ്കിൽ സർജറി ഈസ് റിക്വയർഡ്. പക്ഷെ സർജറി ആണോ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്ന പല ഫാക്ടേഴ്സില്ല. ഒന്ന് ട്യൂമർ ടു ബ്രസ്റ്റ് സൈസ് റേഷ്യോ, സ്പ്രെഡ് അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ലിംഫ് നോഡ്സ് അഡ്ജസന്റ് അല്ലെങ്കിൽ ഇപ്സിലാറ്റർ സെയിം സൈഡിലെ ലിംഫ് നോഡ്സിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ, ലാർജ് ലീഷൻ ആണെങ്കിൽ, മോശമായ ട്യൂമർ ഹിസ്റ്റോപത്തോളജി അല്ലെങ്കിൽ ടിഷ്യൂ ഡയഗ്നോസിസിൽ നമുക്ക് റിപ്പോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പി കൊടുത്ത് ഡൗൺ സ്റ്റേജ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രസ്റ്റിലെ ട്യൂമറിനെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടിഷ്യൂ ഡയഗ്നോസിസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ലംബ്സ്. ഓക്കെ, അപ്പോൾ ബ്രസ്റ്റ് ലംബിനെ കുറിച്ച് ഇത്രയാണ് ചോദ്യങ്ങൾ നമുക്ക് വന്നത്. ഇനി നമുക്ക് ഹെർണിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഹെർണിയയുടെ ടൈപ്സും അതുപോലെ ഹെർണിയയുടെ കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഒരു ഹെർണിയ ഉണ്ടാവുന്നത്? എന്തൊക്കെയാണ് അതിന്റെ ടൈപ്സ്? ഈ കോമൺലി ഹെർണിയ സ്വെല്ലിങ്സ് വരുന്നത് ഒരു പുരുഷനില് സ്ട്രെനുവസ് ആക്ടിവിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മസിൽ വീക്ക്നെസ് വരാവുന്ന രീതിയിലുള്ള ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്കാണ്. ഉദാഹരണത്തിന് ഒരു ട്രക്ക് ലോറി ഡ്രൈവേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, പിന്നെ ഒത്തിരി സ്മോക്ക് ചെയ്യുന്നവർക്ക്, അങ്ങനെ ഈ വയറിന്റെ പ്രഷർ അധികമാകുന്ന അനുസരിച്ച് അവർക്ക് വയറിലെ മസിലിൽ ബലഹീനത ഉണ്ടാകുന്നു. അങ്ങനെ ഹെർണിയ ആരംഭിക്കുന്നു. അപ്പം ഈ ഹെർണിയയുടെ ടൈപ്സ് എന്തൊക്കെയാണ്? ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഹെർണിയ ടൈപ്സ് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഹെർണിയാസ്, ഇന്റേണൽ ഹെർണിയാസ് ആണ്. എക്സ്റ്റേണൽ ഹെർണിയാസ് ആണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന
പൊക്കിളിന്റെ സൈഡിലും പൊക്കിളിൽ കൂടെയുള്ള ഹെർണിയ, ഇടുപ്പിലായിട്ടുള്ള ഹെർണിയ, പിന്നെ ഒരു ഓപ്പറേഷൻ പിന്നിട്ട് കഴിഞ്ഞാൽ ആ ഓപ്പറേഷന് വേണ്ടി നമ്മൾ വരുത്തിയ മുറിവിൽ കൂടെയുള്ള ഹെർണിയ എന്നിവ. അതാണ് എക്സ്റ്റേണൽ ഹെർണിയാസ്. ഇന്റേണൽ ഹെർണിയാസ് എന്ന് പറഞ്ഞാൽ കുടലിന്റെ ഉള്ളിൽ തന്നെ മീസൻട്രി എന്നുള്ള ഭാഗത്തിൽ ഒരു ഗ്യാപ്പ്, ഒരു ഹോൾ, ഒരു ഡെഫിസിറ്റ് ആയിട്ടുണ്ടായ അതിൽ കൂടി ചെറുകുടലിന് വേറൊരു ഭാഗം വന്ന് ഉള്ളിൽ കൂടെ ഹെർണിയേറ്റ് ചെയ്ത് തിരിയുന്നതിനാണ് ഇന്റേണൽ ഹെർണിയാസ് എന്ന് പറയുന്നത്. അത് കോമൺ അല്ല, പക്ഷെ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പൊ ഹെർണിയ, ശരിക്കും ഹെർണിയ എന്താണെന്ന് ചിലവർക്ക് അറിയത്തില്ല. എന്താണ് ഹെർണിയ? നമ്മുടെ മസിലിലെ ബലഹീനതയാണ്. അപ്പോൾ മസിലിലെ ബലഹീനതയിൽ കൂടെ ഈ ഹെർണിയ എന്ന് പറയുന്ന ഈ കുടലിന്റെ ഭാഗം അല്ലെങ്കിൽ ആ മാംസം ആ ബലഹീനത കൂടെ ഇറങ്ങി വെളിയിൽ വന്ന് മുഴയായിട്ട് പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി അത് ഒരു സ്ട്രെനുവസ് ആക്ടിവിറ്റിയോട് ഒരു മുന്നിൽ മുഴച്ചു നിൽക്കും. നമ്മൾ എന്നാൽ അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് കിടക്കുമ്പോൾ അത് തനിയെ തന്നെ താഴോട്ട് മറയും. എന്നാൽ ആ ബലഹീനതയിൽ കൂടി ഈ ഹെർണിയേഷൻ മോർ ആൻഡ് മോർ ഹെർണിയേറ്റ് ചെയ്യുമ്പോൾ അത് ഹെർണിയേറ്റ് ചെയ്ത് വെളിയിൽ തന്നെ കിടക്കുന്നു. ഓക്കെ. അപ്പൊ ഹെർണിയ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അപ്പൊ ഒരു വ്യക്തിക്ക് ഹെർണിയ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? അത് യൂഷ്വലി എല്ലാ ഹെർണിയസും അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ചെറിയ 1 സെന്റിമീറ്റർ ഡിഫക്റ്റ് ഒക്കെ ആണെങ്കിൽ നോ നീഡ് ടു ഓപ്പറേറ്റ്. Have it in your mind that it could herniate more in the future. അപ്പോൾ 2 സെന്റിമീറ്റർ മേലുള്ള ഡിഫക്റ്റ് ആണെങ്കിൽ പെയിൻലെസ്സിൽ നിന്ന് പെയിൻഫുൾ ആയിട്ട് ഹെർണിയേഷൻ വരികയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുക, ലാപ്രോസ്കോപ്പിക്കലിയോ ഓപ്പൺ സർജറി ആയിട്ടോ. ഓക്കെ. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇല്ല. വെരി ഗുഡ്. സോ അടുത്ത ഇനി മൂന്നാമത്തെ നമ്മുടെ തൈറോയ്ഡ് എന്ന സെഷനാണ്. അതിൻ്റെ അകത്ത് തൈറോയ്ഡ് മുഴകൾ എല്ലാം അപകടകാരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാ തൈറോയ്ഡ് മുഴകളും അപകടകാരികളല്ല. നമുക്കത് ഒരു ബ്രസ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ അസസ്മെന്റ് പോലെ തന്നെ തൈറോയിഡിനെ നമ്മൾ റേഡിയോളജിക്കൽ ഇമേജിങ്ങും ടിഷ്യൂ ഡയഗ്നോസിസ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി കൊണ്ട് പരിശോധിച്ച് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. യൂഷ്വലി നമ്മുടെ നാട്ടുകാർ കണ്ടുവരുന്ന ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം. അത് ഡ്യൂ ടു ഡയറ്ററി ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും കൊണ്ടാണ് ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം സിഗ്നിഫിക്കന്റ്ലി ഉള്ളത്. ഹോർമോണൽ ഇംബാലൻസ് ആദ്യമേ കറക്റ്റ് ചെയ്യുക വിത്ത് മെഡിക്കേഷൻ. അല്ലാത്തവർക്ക് മുഴ പതിയെ ആരംഭിച്ച് തുടങ്ങും. പിന്നെ മുഴ പരിശോധിച്ച് ഓപ്പറേഷൻ വേണ്ടി വരുന്നതാണെങ്കിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യും. എപ്പോഴാണ് ഈ തൈറോയ്ഡ് മുഴകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? 2 സെന്റിമീറ്റർ മേളിലായിട്ട് തൈറോയിഡിന്റെ ഓരോ ഭാഗത്ത് വലത്തെ ലോബിലോ ഇടത്തെ ലോബിലോ ഉള്ള തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴ ഉണ്ടെങ്കിൽ അത് മോശമായ എന്തെങ്കിലും ഫീച്ചേഴ്സ് അൾട്രാസൗണ്ടോ സൈറ്റോളജിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് സസ്പീഷ്യസ് ആണെങ്കിൽ മാത്രം അത് എടുത്തു കളയണം. ഇനി മൂന്നാമത്തെ ചോദ്യം ഗോൾ ബ്ലാഡറിനെ കുറിച്ചാണ്. ഗോൾ ബ്ലാഡർ ഈ സ്റ്റോൺസ് ഉണ്ടാകും, അതിന്റെ കാരണങ്ങളും അതുപോലെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസിൽ ഉണ്ടാകുന്നത്? ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു പടത്തിൽ നമുക്കിത് ലിവർ ആയിട്ടൊന്ന് സങ്കല്പിക്കാം. ഇത് ഗോൾ ബ്ലാഡർ. ഇതിൽ ചുമന്ന രീതിയിൽ വരച്ചിരിക്കുന്നത് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്. യൂഷ്വലി എല്ലാവർക്കും ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉണ്ടാകുന്നത് ഹൈ ഫാറ്റ് ഡയറ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്കാണ് കൊളസ്ട്രോൾ കണ്ടന്റ് കൂടിക്കൊണ്ട് കൊളസ്ട്രോൾ സ്റ്റോൺസ് ഗോൾ ബ്ലാഡറിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റോൺ വന്നെന്നിരിക്കട്ടെ, ഒരു സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ വളരാതിരിക്കുവാൻ ഇനി ഒരു ഫർദർ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് അർസോക്കോൾ എന്ന മരുന്ന് കൊടുത്ത് പ്രിവെന്റ് ചെയ്യാം. നമുക്ക് കോൾ സ്റ്റോൺസിന്റെ ഡിസീസ് ഫീച്ചേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒന്നിൽ കൂടുതലായിട്ട് സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗോൾ ബ്ലാഡർ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്പെപ്സിയ, അപ്പർ അബ്ഡോമിനൽ പെയിൻ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾ സ്റ്റോൺസ് അടങ്ങുന്ന ഗോൾ ബ്ലാഡർ ഡിസീസ് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ ഈ അർസോക്കോൾ എന്ന മരുന്ന് കൊണ്ട് ഒരു വ്യത്യാസമില്ലെങ്കിൽ പിത്തസഞ്ചി ലാപ്രോസ്കോപ്പിക്കലി റിമൂവ് ചെയ്യേണ്ടതാണ്.
That is the only remedy for gallstone disease. അങ്ങനെ പിത്താസഞ്ചിയിൽ കല്ലെടുക്കുന്നവന് കൂടെ ഈ ഗോൾ ബ്ലാഡർ മാറ്റി കഴിയുമ്പോൾ എന്തെങ്കിലും ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻ ഇവർക്ക് ഉണ്ടാവാറുണ്ടോ? ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഡിസീസിന് ലാപ്രോസ്കോപ്പിക്കലി ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതിന് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഫോം ചെയ്തിരിക്കുന്ന സ്റ്റോൺസിൽ ഒന്ന് ഈ ഗോൾ ബ്ലാഡറിന്റെ നെക്കിലായിട്ട് ഇമ്പാക്ട് ചെയ്ത് വരുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ് കൊണ്ടാണ് ഒരാൾക്ക് കോളിസിസ്റ്റൈറ്റിസ് അനുഭവപ്പെടുക. അതായത് ഗോൾ ബ്ലാഡറിനുള്ള ഇൻഫെക്ഷൻ അല്ലേ? അതെ. അതിൽ നിന്നുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ സ്ലിപ്പ് ചെയ്ത് പിത്തം പോകുന്ന ട്യൂബിൽ CBD എന്ന് പറഞ്ഞാൽ കോമൺ ബൈൽ ഡക്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ജോണ്ടിസ് ഡെവലപ്ഡ് ആവുന്നു. സ്റ്റോൺ കൊണ്ടുള്ള ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് വളരെ പെയിൻഫുൾ ആൻഡ് ഹസാർഡസ് കണ്ടീഷനാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ. അതെ. ഓക്കെ. എന്തൊക്കെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് ഇതല്ലാതെ ഈ ബ്ലോക്ക് ഉണ്ടാക്കിയതിനു ശേഷം അല്ലാതെ? ഒരു തവണ ഗോൾ ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ സപ്പോസ് ഒരാൾക്ക് സർജറി വേണ്ട, കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ IV ആന്റിബയോട്ടിക്സ് കൊടുത്ത് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്ത് നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യും ഇന്റർവൽ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റമി ചെയ്തുകൊണ്ട് ആ അസുഖത്തെ ചികിത്സിക്കുക എന്നുള്ളത്. അതാ ചിലർക്ക് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് വേണ്ടാതെ കൺസർവേറ്റീവ് മാനേജ് മതി, മെഡിക്കൽ ട്രീറ്റ്മെന്റ് മതി എന്നുള്ളപ്പോൾ നമ്മൾ അതങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും ഒരു at one point of time you have to undergo laparoscopic removal of gallbladder. കാരണം ഈ ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് സിവിയർ ഇമ്പയർമെന്റ് ഓഫ് അവർ ലിവർ ഫങ്ഷൻ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത ഫൈനൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ വെരിക്കോസ് വെയിൻ ആണ്. വെരിക്കോസ് വെയിന്റെ കാരണങ്ങൾ എന്താണ്? പിന്നെ അതുപോലെ വെരിക്കോസ് വെയിൻ സർജറി ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ വെരിക്കോസ് വെയിന്റെ സർജറി. varicose veins എന്ന് പറഞ്ഞാൽ abnormally dilated veins in the leg ആണ്. അത് യൂഷ്വലി രണ്ട് കാരണങ്ങളാൽ regardless of the age, men and women, those who stand for a long time, ഒത്തിരി നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവര്, രണ്ട് പ്രഗ്നൻസി ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, ഈ രണ്ട് പത്തോഫിസിയോളജിക്കൽ കണ്ടീഷനാണ് വാരിക്കോസ് വെയിൻ തീർത്തും പ്രോൺ ആയിട്ട് വരുന്നത്. അല്ല, അതും കട്ടിയാണ്. നമ്മുടെ ഫുട്ടിലെ ഒരു ആർച്ച് ഓഫ് വെയിനിൽ നിന്ന് നമുക്ക് വയറിലെ നരമ്പോയി ഇടുപ്പിൽ ചെന്ന് ചേരുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്, സഫിനോഫെമറൽ ജംഗ്ഷൻ. ഇതൊരു വാൽവ് അടങ്ങുന്ന ഒരു വെയിനാണ്. ഇനി ഒരു ഭാഗം ആർച്ചിൽ നിന്ന് മുട്ടിന്റെ പിറകിലായിട്ട് ചെന്ന് ചേരുന്നു. ഇവിടെയും ഒരു വാൽവ് ഉണ്ട്, സഫിനോ പോപ്ലീറ്റൽ ജംഗ്ഷൻ. അപ്പോൾ ഒരാൾക്ക് യൂഷ്വലി സിംറ്റമാറ്റിക് പിക്ചർ ആയിട്ട് വരുന്നത് എപ്പോഴും പെയിൻ ഇൻ ദ കാഫ് റീജിയനിലെ പെയിൻ ആണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത്. എന്നാൽ അവർ പരിശോധിച്ച് നോക്കുമ്പോൾ അല്ല, അവർ സെൽഫ് എക്സാമിനേഷൻ തന്നെ അവർ മനസ്സിലാക്കും ഡയലേറ്റഡ് വെയിൻസ് ആയിട്ട് കാണും, നരമ്പുകൾ തടിച്ച് കാണും. അങ്ങനെ ഇരിക്കെ അവർ ഒരു വാരിക്കോസ് വെയിൻ ആയിട്ട് പരിശോധിക്കുന്ന രീതിയിൽ നമ്മൾ വീനസ് ഡുപ്ലക്സ് സ്കാൻ സജസ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ സഫിനോഫെമറൽ ജംഗ്ഷന്റെ ഈ വാൽവുലാർ ഇൻസഫിഷ്യൻസി, സഫിനോപോപ്ലീറ്റൽ ജംഗ്ഷന്റെ ഇൻസഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ
that determines the severity of the disease, Okay. which in a way makes the treatment strategy. വാൽവുലാർ ഇൻസഫിഷ്യൻസി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൺസർവേറ്റീവ് മോഡ് ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് തന്നെ സ്റ്റേ ചെയ്യാം. ഓക്കെ, അപ്പൊ വീനസ് ഡോപ്ലർ ചെയ്യുമ്പോഴത്തേക്ക് വീനസ് ഡോപ്ലർ സ്കാൻ ആണ് മസ്റ്റ് ആയിട്ടുള്ള. ചെയ്യുമ്പോൾ ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്യാം. എന്താണ് കൺസർവേറ്റീവ് മാനേജ്മെന്റ്? കൺസർവേറ്റീവ് മാനേജ്മെന്റ് ഒന്ന് ഓഫ് ലോഡിങ്, വെയിറ്റ് കുറയ്ക്കുക. അല്ല, ഓഫ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ഫോർ എവറി 1 hour you lie down with limb elevated for 20 minutes Okay. minimum. Okay. Second, if you have dilated veins in the limb, ഇപ്പോ കാലില് അല്ലെങ്കിൽ തുടഭാഗത്തായിട്ട്, you can apply compression stockings. Okay. Graded പ്രഷറിലുള്ള compression stockings ആണ്. Okay. അത് ഓരോരുത്തരുടെയും കാലിലെ അളവെടുത്താണ് ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ധരിക്കേണ്ടത്. Okay. ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സിൽ ഒരു 2 to 3 months ആ ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്ത് സിംറ്റമാറ്റിക്കലി ബെറ്റർ ആവുന്നില്ല, വേദന കുറയുന്നില്ല, ഞരമ്പുകളുടെ തടുപ്പ് അതേപോലെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ സർജിക്കൽ ഓപ്ഷൻ ഇസ് ഓൺലി ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പം കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം ഓഫ് ലോഡിംഗ് ആണ്. ഓഫ് ലോഡിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കംപ്രഷൻ സ്റ്റോക്കിങ്സ്. ആപ്ലിക്കേഷൻ ഓഫ് കംപ്രഷൻ സ്റ്റോക്കിംഗ്. എന്നിട്ടും ഇംപ്രൂവ് ആവുന്നില്ലെങ്കിൽ മാത്രമാണ് സർജറി ചെയ്യേണ്ട ആവശ്യം. പിന്നെ ഇനിയുള്ള ചോദ്യങ്ങൾ സർജിക്കലി 2 രീതിയാണ്. ഒന്ന് ഓപ്പൺ സർജറി, ഇടുപ്പിന്റെ അവിടെ ഒരു മുറിവ് വരുത്തി ഈ വെയിനെ സ്ട്രിപ്പ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വെയിൻസിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, അതൊരു സിമ്പിൾ സർജറിയാണ്, അതൊരു മൈനർ സർജറിയാണ്. ഇപ്പോ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ലേസർ സർജറി അല്ലെങ്കിൽ RFA, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ എൻഡോവീനസ് ലേസർ അബ്ലേഷൻ കൊണ്ട് വാരിക്കോസ് വെയിൻ ട്രീറ്റ് ചെയ്യും. ഏതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്? എൻഡോവീനസ് ലേസർ അബ്ലേഷൻ ആണ് കുറെ കൂടെ എഫക്റ്റീവ്. എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഡേ കേസ് സർജറി ആണ്. രാവിലെ വന്ന് സർജറി ചെയ്തിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ആയി പോകാവുന്നതാണ്. നമുക്കൊരു ദീപ്തി ജോർജ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അവർക്ക് 2 and 3 സ്മോൾ സ്പൈഡർ വെയിൻസ് ഓൺ മൈ ലെഗ്സ് ആൻഡ് ഇറ്റ് ഈസ് നൗ ഇറ്റ് ബിക്കംസ് മോർ ഓൺ മൈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലെഗ്സ് ആൻഡ് മോർ ഓൺ തൈസ്. ചില സമയത്ത് വേദന എടുക്കുന്നുണ്ട് ഡ്യൂട്ടി കഴിയുമ്പോൾ. ഞാൻ എലിവേറ്റ് ഷീ ഈസ് ഡൂയിങ് എലിവേഷൻ. ഓക്കെ, കാല് പൊക്കി വെക്കുന്നുണ്ട്. അപ്പം എന്താണ് അതിന് വേണ്ടി ചെയ്യാനുള്ളത്? DVT വരാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദ്യം. ഹായ് ദീപ്തി. നോ, DVT ഇസ് എ ഡിഫറെന്റ് ഡിസീസ്. ഡീപ് വെയിൻസിനെ ത്രോംബോസ് ആവാനുള്ള കാരണങ്ങൾ പലതുണ്ടാവും. പക്ഷെ ഡീപ് വെയിൻ ത്രോംബോസ് ഇസ് ഡിഫറെന്റ് ഫ്രം വാരിക്കോസ് വെയിൻസ്. ഇപ്പോൾ ദീപ്തി പറഞ്ഞ ചെറിയ വെയിൻസിന് ഉള്ള ഡയലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടീലൻജക്ടൈസിയ എന്നുള്ള ഗ്രേഡ് 1 ഓഫ് അബ്നോർമൽ ഡയലിറ്റഡ് വെയിൻസ് ആണ്. ഇതിൽ നിന്ന് ഗ്രേഡ് 2 ആയിട്ടാണ് വാരിക്കോസ് വെയിൻസ് ആയിട്ട് സിവിയർ ചെയ്യുന്നത്. അപ്പോൾ പെയിൻ അങ്ങനെ ഉണ്ട്, ഒരു ബുദ്ധിമുട്ട് ആയിട്ട് ഡേ ടു ഡേ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വേർ ഇലാസ്റ്റോക്രേറ്റ് ബാൻഡേജ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ സോൾ ഓഫ് ദ ഫുട്ട് ടിൽ അബവ് നീ, അതല്ലെങ്കിൽ ഒരു കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഗ്രേഡ് 1 അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഹൈപ്പോതൈറോയിഡിസം ആണ്. ഇടയ്ക്ക് തൊണ്ടവേദന ഉണ്ടാവുന്നുണ്ട്, ഒരു സൈഡിലായിട്ട് ചെറിയ മുഴ വരുന്നുണ്ട്, അൾട്രാസൗണ്ട് 2 പ്രാവശ്യം ചെയ്തു, നോർമലാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ഹൈപ്പോതൈറോയിഡിസത്തിന് ക്വാർട്ടർലി TSH എന്നുള്ള ഹോർമോൺ ചെക്ക് ചെയ്യുക. വൺസ് ഇൻ 6 months ഫ്രീ T3 ആൻഡ് ഫ്രീ T4 ചെക്ക് ചെയ്യുക. ഇപ്പൊ സിഗ്നിഫൈൻ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ എൽട്രോക്സിൻ അല്ല തരണം എന്നുള്ള ഗുളിക സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഡെയിലി മുടങ്ങാതെ കഴിച്ച് ഹൈപ്പോതൈറോയിഡിസം കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പൊക്കിളിൽ എന്തെങ്കിലും ഇതുപോലെ സ്വെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്? അതായത് ഹെർണിയ പോലെ പുറത്തോട്ട് തള്ളി നിൽപ്പുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അതിന്റെ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദ്യം ഉണ്ട്. അംബ്ലിക്കൽ അല്ലെ പാരാംബ്ലിക്കൽ സ്വെല്ലിങ്സിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എപ്പോഴും പെയിൻലെസ് ആയിരിക്കും. ഇപ്പൊ അംബ്ലിക്കൽ ഹെർണിയ അല്ലെ പാരാംബ്ലിക്കൽ ഹെർണിയ ഒരാൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 സെന്റിമീറ്ററിന് അടുത്തുള്ള ഒരു ഡിഫക്റ്റ് ആണ്. അത് ഹെർണിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് വെളിയിലായിട്ട് ഇറഡ്യൂസിബിൾ ഹെർണിയ എന്നുള്ള സ്റ്റേറ്റ് ഓഫ്
ഹേർണിയയിൽ നിൽക്കുമ്പോൾ അത് പെയിൻഫുൾ ആണ്. അതൊരു പെയിൻഫുൾ കണ്ടീഷനായിട്ട് അത് സർജറി ചെയ്താലേ മതിയാവും. ഈ ഇറഡ്യൂസിബിൾ ഹെർണിയയിൽ നിന്ന് ഹേർണിയ ഒബ്സ്ട്രക്റ്റഡ് ഹേർണിയ ആവാം, സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ ആവാം. അങ്ങനെ വരുമ്പോൾ ഈ അംബ്ലിക്കൽ സ്കിൻ അല്ലെ അംബ്ലിക്കൽസ് തന്നെ മോശമാവാം. അംബ്ലിക്കൽ സ്കിന്നിൽ നെക്രോസിസ് വരാം, അല്ലെങ്കിൽ കേടുപാട്, രക്തോട്ടക്കുറവായിട്ട് തന്നെ കേടുപാട് വരാം. അങ്ങനെ ആണെങ്കിൽ സർജറി ചെയ്യുമ്പോൾ ചിലപ്പോൾ അംബ്ലിക്കസ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആർട്ടിഫിഷ്യൽ അംബ്ലിക്കസ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞ വെരിക്കോസ് വെയിനിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, അത് കൂടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം? വാരിക്കോസ് വെയിൻസ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഓഫ് ലോഡിംഗ് ആണ്. ഫോർ എവറി 1 hour കാല് തൂക്കിട്ട് ഇപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്തു, ആ 1 മണിക്കൂർ കഴിഞ്ഞ് 20 മിനിറ്റ് കാല് പൊക്കി വെച്ചൊന്ന് വിശ്രമം കൊടുക്കുക. അപ്പോൾ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആയിട്ട് ഈ ഡയലേറ്റഡ് വെയിൻസിൽ നിന്നുള്ള അടങ്ങുന്ന എക്സസീവ് വീനസ് ബ്ലഡ് തിരിച്ച് വീനസ് റിട്ടേണിലായിട്ട് എൻഹാൻസ്ഡ് ആവും. അങ്ങനെ വാരിക്കോസിറ്റിയുടെ ആ ഒരു സിംറ്റമാറ്റിക് എയിൽമെന്റ്സ് കുറയും. ഓക്കെ, അപ്പം ഏകദേശം 5 ടോപ്പിക്കാണ് നമ്മൾ വെച്ചത്. ആദ്യത്തെ ഒരു പരിപാടിയാണ്, അത് സർജനുമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 5 ടോപ്പിക്സ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഡോക്ടർ ബിബിനുമായിട്ട് നമുക്ക് ഇനിയും പുതിയ ടോപ്പിക്സ് വെക്കാം. ഹെമറോയിഡ്, അതുപോലെ തന്നെ ഇനി നമുക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അപ്പൻഡിസൈറ്റിസിനൊക്കെ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അത് ഉടനെ അറിയിക്കുക എന്നാണ് എന്നുള്ളതും, അതുപോലെ എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.